മാറ്റിലാണെങ്കിൽ മുത്തശ്ശനും നയനയും ആദർശും സംസാരിക്കുന്നത് നവ്യ കാണുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ നവ്യണെങ്കിൽ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. നയന ജയിച്ചതിൻ്റെ, ആദർശേട്ടൻ AN ജ്വല്ലറിയുടെ കാറ്റടിച്ചതിൻ്റെ സന്തോഷത്തിൽ ഒരുപാട് വഴിപാട് നവ്യ നേർന്നിട്ടുണ്ട്. അതെല്ലാം നിറവേറ്റാൻ നിൽക്കുമ്പോഴാണ് ഈ കഥ ഇവിടെ അരങ്ങേറുന്നത്. മുത്തശ്ശൻ ആദർശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച നവ്യ കാണുമ്പോൾ നവ്യയ്ക്ക് അതിലേറെ സന്തോഷമാകുന്നുണ്ട്. അതായത് നവ്യ ആഗ്രഹിച്ചൊരു കാഴ്ച തന്നെയാണ് നവ്യ കാണുന്നത്. മുത്തശ്ശനും ആദർശേട്ടനും പഴയതുപോലെ ഒന്നായി അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. നയനയും ആദർശേട്ടനും എന്തായാലും അനന്തപുരിയിലേക്ക് മടങ്ങി വരണമെന്നൊരു ചിന്ത നവ്യയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നവ്യ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയാണ് വന്നത്. പെട്ടെന്ന് ഈ കാഴ്ച കാണുമ്പോൾ നവ്യയ്ക്ക് തന്നെ നവ്യയുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. നവ്യ അവർക്കിടയിൽ പോവാതെ മാറി നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ നിന്നും നവ്യ തിരിച്ചറിയുന്നുണ്ട് ആദർശേട്ടനും നയനയും അധികം വൈകാതെ തന്നെ അനന്തപുരിയിലേക്ക് വരുമെന്നും ആദർശേട്ടൻ വീണ്ടും MD കസേരയിലിരിക്കുമെന്നും. അത് കേട്ടതും നവ്യയ്ക്ക് ഇരട്ടി സന്തോഷമാവുന്നൊരു കാഴ്ച. താൻ ചെയ്ത പാപങ്ങൾക്ക്, താൻ ചെയ്ത ക്രൂരതയ്ക്ക് ആദർശേട്ടനോട് കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണം. അതിനെന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നവ്യ കരയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നവ്യ അവരുടെ കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് മാറി നിൽക്കുന്നതും കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.